എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലില് ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ എന്താണ് ശരിക്കും ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ വിഷമങ്ങൾ എന്തൊക്കെ ഫീലിങ്സ് നമ്മുടെ മനസ്സിലുണ്ടായാലും നമ്മുടെ ജോലി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം അല്ലേ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്തുള്ളൊരു വിഷമം, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്ന ഷാബു പുൽപ്പള്ളി ഇന്നലെ അകാലത്തിൽ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ സെക്കൻഡ് വീഡിയോയുടെ ഫസ്റ്റ് ഡേയുടെ തംബ്നെയിൽ തന്നെ പുള്ളിക്കാരൻ്റെതായിരുന്നു. ഒരു മടിയും കൂടാതെ ചേച്ചി വീഡിയോ ഇട്ടോ, ഫോട്ടോ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ തന്ന ഒരു വ്യക്തി, ഒരു നല്ല മനസ്സിനുടമ നമുക്ക് അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയി. ആ ഒരു ആത്മാവിന് വേണ്ടിയിട്ട് എല്ലാവരും ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം ആ ഒരു കുഞ്ഞിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ കുടുംബത്തിനും എല്ലാത്തിനും നല്ലത് വരട്ടെ, ആ ഒരു ആത്മാവ് നിത്യശാന്തി നേരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇടാതിരുന്നത്. ഇന്ന് നമ്മുടെ 11ാമത്തെ ഡേയുടെ വീഡിയോ. അതായത് നമ്മൾ ചെയ്യുന്നത് സ്കിൻ കെയർ ചലഞ്ചാണ്. സ്കിൻ കെയർ ചലഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡേ 1 തൊട്ട് തന്നെ കണ്ട് ചെയ്ത് വന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഡേ 1 തൊട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സ്കിൻ കെയർ ചലഞ്ച് 1 എന്നുള്ള ഹെഡിങ്ങിൽ ഡേ 1 തൊട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് കണ്ട് ഓരോന്നായിട്ട് ചെയ്തു വരിക. നമ്മൾ ഇതിൽ അധികവും നാച്ചുറൽ ആയിട്ടുള്ള തിങ്സ് ആണ് ഉൾപ്പെടുത്തുന്നത്. കുപ്പമേനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുപ്പമേനി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൺലൈനിന്റെ ലിങ്ക് കൊണ്ട് വളരെ സുലഭമായി അവൈലബിൾ ആണ്. വില കുറവാണ്, നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ലാസ്റ്റ് താരന് വേണ്ടിയിട്ട് കുപ്പമേനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുപ്പമേനി ഞാൻ മുടി വളർച്ച കുറയ്ക്കുന്നതിനും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആയുർവേദത്തിൽ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പച്ചിലകൾ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന വിധത്തിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക അല്ലേ. 2 രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോ നമ്മൾ ഒരു എന്ന് പറയുന്നത് കുപ്പമേനി, ആ മുടി പോകുന്ന വിധം എന്ന് പറയുന്നത് വേറൊരു വിധമാണ്. അപ്പൊ എല്ലാവർക്കും അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഡൗട്ട് ഉണ്ടാകാം, കുപ്പമേനി തലയിൽ ഉപയോഗിച്ചാൽ മുടി പോകില്ലേ എന്ന്. ഒരിക്കലും ഇല്ല, ഉപയോഗിക്കുന്ന വിധത്തിലാണ്. ഇന്നലെ ഒരു കമന്റ് കണ്ടതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുടി പോകും. ഒരിക്കലും അങ്ങനല്ല, ഉപയോഗിക്കുന്ന വിധത്തിലാണ് റിസൾട്ട്. ഉപയോഗിക്കുന്ന വിധം കറക്റ്റ് ആണെങ്കിൽ മുടി പോകില്ല. മുടി വളർച്ചയ്ക്കല്ല ഉപയോഗിക്കുന്നത്, മുടിയുടെ താരൻ പോകാൻ വേണ്ടിയിട്ട് കുപ്പമേനി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും നമുക്ക് കുപ്പമേനി ഉപയോഗിക്കും. നമ്മൾ എങ്ങനെയാണ് അതിൽ മുടി വളർച്ച കുറയ്ക്കുന്നതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 വീഡിയോയും കണ്ട് മനസ്സിലാക്കി ചെയ്യുക. ഒരിക്കലും മിസ്അണ്ടർസ്റ്റാൻഡ് ആകാതെ ഇരിക്കുക. ഓക്കെ, പറയുന്നത് ഒന്നും പഠിക്കാതെ ഒന്നും നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഞാനൊന്നും പറയില്ല. അപ്പൊ ആ കാര്യം നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്കിൻ കെയറിനനുസരിച്ച് നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് അലർജി ആയിട്ടോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാധനം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതും അല്ല. ഒരു ദിവസം ഉപയോഗിച്ച് 2 ദിവസം ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്കതൊരു ഡിസ്ട്രാക്ട് ആയിട്ട് തോന്നുവാണെങ്കിൽ ഉപയോഗിക്കേണ്ട. മാക്സിമം നമുക്ക് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രോബ്ലംസ് വരില്ല. എങ്കിലും ചില സ്കിന്നിന് എല്ലാം സ്യൂട്ട് ആകണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് വലിച്ചു നീട്ടി കൊണ്ടുപോകല്ല. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്കിൻ ലൈറ്റനിങ് ചെയ്യാനായിട്ട് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ എങ്ങനെ നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ചെയ്യാം. ഓൾറെഡി ഇതിൽ ബീട്രൂട്ട് ഒരു ഘടകമാണ്. നമ്മൾ ഓൾറെഡി ബീട്രൂട്ട് വെച്ചിട്ട് ഒരു പാക്ക് ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതായിരുന്നു. പിഗ്മെന്റേഷൻ ബീട്രൂട്ടും അരിപ്പൊടിയും വെച്ചിട്ടുള്ളൊരു പാക്ക്. നിങ്ങൾ പിഗ്മെന്റേഷൻ അധികമായിട്ടുള്ളവർ അത് കണ്ടു നോക്കണം. സൂപ്പർ റിസൾട്ട് കിട്ടുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇന്നും അതേ ബീട്രൂട്ടിന്റെ ബേസിൽ വെച്ചിട്ട് ഒരു പാക്കാണ് നമ്മൾ നല്ല സ്കിന്ന് നല്ല ലൈറ്റനാകാൻ വേണ്ടിയിട്ടും ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് സ്കിന്നിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഞാൻ കാണിച്ചു തരാം പാക്ക് എങ്ങനെയാണെന്ന്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു 3 സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഉരുളക്കിഴങ്ങായിരുന്നാലും ബീട്രൂട്ട് ആയിരുന്നാലും തൈരായിരുന്നാലും. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് സ്കിന്നിന് കളർ കൊടുക്കും. തൈരും നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ഇപ്പോൾ അളവെന്ന് പറയുന്ന ഒരു ചെറിയ ബീട്രൂട്ടും
ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയും ആവശ്യത്തിന് തൈരും. ഇത് മൂന്നും നല്ലപോലെ മിക്സിയിൽ അരച്ച് പേസ്റ്റ് പോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇത് മൂന്നും അരച്ചെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ചെറിയായിട്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ മിക്സ് ചെയ്യാം. അതൊന്നും മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താലും വളരെ നല്ലതാണ്. അങ്ങനെ തന്നെ കടലമാവൊക്കെ പൊടിയായിട്ട് ചേർക്കണം ഒന്നൊന്നുമില്ല. നമ്മുടെ ദേഹം മുഴുവനും അപ്ലൈ ചെയ്യാതെ വെച്ചിട്ട് ഇതുപോലെ മാത്രം ഇട്ടാലും മതി. ഓക്കെ, ഇപ്പോൾ ക്യാമറയിലൂടെ കാണുമ്പോൾ വേറൊരു കളറാണ്. ആക്ച്വലി ഇത് നല്ല ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഇതിന് ഉള്ളത്. ഇത് വേണം നമ്മുടെ ഫേസിലും കൈകളിലും മുഖത്തും ഒക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ജസ്റ്റ് എടുത്ത് ഫേസിൽ ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് മസാജ് കൊടുക്കണം കേട്ടോ. തൈര് കുറച്ച് നല്ല പുളിപ്പുള്ള തൈര് എടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. നല്ല പോലെ ബ്ലീച്ചിങ് എഫക്റ്റ് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഇതുപോലെ ഫേസ് ഫുള്ളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കഴുത്തിൽ അപ്ലൈ ചെയ്യണം. അതായത് കാലിന്റെ പാദം വരെ അതായത് നമ്മുടെ ഈ ഭാഗം തൊട്ട് കാലിന്റെ പാദം വരെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ ശരീരത്തിൽ വെച്ചേക്കണം. അപ്പോൾ നല്ലോണം അബ്സോർബ് ആകും. അതിനുശേഷം സോപ്പോ ഒന്നും ഇട്ട് കഴുകരുത്. നോർമൽ വെള്ളത്തിൽ മാത്രം കഴുകി കളഞ്ഞാൽ മതി. സ്മെല്ലായിട്ടോ അല്ലെങ്കിൽ തൈരിന്റെ ഒരു സ്മെല്ലൊക്കെ ചിലർക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കടലമാവോ പയറുപൊടിയോ ആയിട്ട് കഴുകി കളയാം. സോപ്പ് ഒരു കാരണവശാലും ഈ ഒരു സ്കിൻ കെയർ ചലഞ്ചിൽ ത്രൂ ഔട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം കഴുകാനായിട്ട്. ഓക്കെ, അപ്പൊ കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഫേസിൽ മാത്രമല്ല ശരീരം മുഴുവനായിട്ടും അപ്ലൈ ചെയ്തിട്ട് കുളിക്കാവുന്നതാണ്. സ്കിന്ന് നല്ല ഒരു ബ്രൈറ്റൻ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു പാക്ക് നിങ്ങൾ ഇതേപോലെ തന്നെ എടുത്തിട്ട് അരിച്ച് ഐസ് ക്യൂബ്സ് ആക്കി യൂസ് ചെയ്യാം. അരിച്ചതിന് ശേഷം ആ വെള്ളം പോലെ ആക്കി ഐസ് ട്രേയിൽ യൂസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഐസ് ക്യൂബ്സ് ഉപയോഗിക്കുന്ന സമയത്ത് രാവിലെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ പോർസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പോർസ് ഒക്കെ ഓപ്പൺ ആയിരിക്കുന്ന പോർസ് ഒക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും ഇതുപോലുള്ള ഐസ് ക്യൂബ്സ് മസാജസ്. അതുപോലെ തന്നെ ഈ ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ ഒരു ഫോമിൽ നമ്മൾ രാവിലെ യൂസ് ചെയ്യുമ്പോൾ പോർസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേസമയം നമ്മുടെ സ്കിന്നിന്റെ കളർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും ഇതുപോലുള്ള ഐസ് ക്യൂബ് മസാജ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഐസ് ക്യൂബ്സ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. അമിത ഉപയോഗം പാടില്ല. ഒരുപാട് നേരം ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യാൻ പാടില്ല. ഒരു 5-6 സെക്കൻഡ് അത്രയും നേരം മാത്രമേ, സെക്കൻഡ് അല്ല സോറി, ഒരു 5-6 സെക്കൻഡ് നല്ല പോലെ ഒന്ന് മസാജ് കൊടുക്കുക. അത്രയും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് നിമിഷം ഇട്ടങ്ങ് മസാജ് ചെയ്യാൻ ഐസ് ക്യൂബ്സ് പാടില്ല. സ്കിൻ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരുപാട് അങ്ങനെ ചെയ്യരുത്. വളരെ കുറച്ച് നിമിഷം മാത്രം ഫുള്ളായിട്ടും ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഐസ് ക്യൂബ്സ് ആയിട്ടും ഉണ്ടാക്കി വെച്ചേക്കുക. പാക്ക് ആയിട്ടും ഉണ്ടാക്കുക, കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഒരു പൊട്ടറ്റോ, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പാക്ക് ഇടാൻ വേണ്ടിയിട്ട് കിട്ടും. ബാലൻസ് ഐസ് ക്യൂബ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ ഐസ് ക്യൂബ്സ് നമ്മൾ രാവിലെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ മറ്റു പല കാര്യങ്ങളും നിങ്ങൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ മസ്റ്റാണ്. എഴുന്നേറ്റ് സൂര്യനെ കണ്ടാലാണ് നമ്മുടെ സ്കിന്നിന് ഒരു നല്ല, അപ്പൊ ഇതിലൊക്കെ സത്യമുണ്ടോ എന്ന് തീർച്ചയായിട്ടും സത്യമുണ്ട്. സൂര്യനെ കാണുക, രാവിലെ മഞ്ഞളും ഉപ്പും ഉപയോഗിച്ച് പല്ല് തേക്കുക, ഓയിൽ പുള്ളിങ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലും ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാമല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ മസ്റ്റ് ആയിട്ടും ചെയ്യണം. രാത്രി നേരത്തെ ഉറങ്ങണം. അതേപോലെ തന്നെ രാത്രി ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ള, ദയവ് നിങ്ങൾ രാത്രി ഫുഡ് കഴിക്കരുത്. അത് മസ്റ്റായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യണം. രാത്രി ഫുഡ് കഴിക്കാൻ പാടില്ല. ഞാൻ തെൻട്രൽ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗുരുവിന്റെ പേരാണ് തെൻട്രൽ എന്ന് പേര്. തെൻട്രൽ ഡയറ്റാണ് ഞാൻ ആ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഫുള്ളായിട്ടും ഫോളോ ചെയ്തേക്കുന്നത്. പുള്ളിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ റെഡിയാക്കാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ തീർച്ചയായിട്ടും അടുത്തൊരാഴ്ചയോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ചയോ പുള്ളി ചെന്നൈയിൽ വരുമ്പോൾ ഞാനൊരു ഇന്റർവ്യൂ റെഡിയാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് സംശയങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. അതിന്റെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടേക്കാം. ആ സമയത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെക്കാൻ മറക്കണ്ട. ഐസ് ക്യൂബ്സും ഉണ്ടാക്കി വെക്കുക. ഈ ഒരു പാക്ക് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്തും കൊടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ഒരു കുഞ്ഞു ജീവിതമാണ്. അത് ഇങ്ങനെ എന്ത് പറയുന്നത്, വളരെ ഒരു കോഴിമുട്ട പോലെയാണ്. താഴെ വീണ ഉടഞ്ഞു പോകുന്ന ഒരു ലൈഫാണ്. അതുകൊണ്ട് തന്നെ അതിന് ചുമ്മാ സ്ട്രെസ് തലയിൽ ഏറ്റി വെച്ച് ജീവിക്കാതെ വളരെ ലൈറ്റായിട്ട് ലൈഫിനെ കൊണ്ടുപോവുക. സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.